ചികിത്സാ പിഴവ് മൂലം 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ പ്രതിഷേധം കനക്കുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് ബിജെപിയുടെ പ്രതിഷേധം. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, കുഞ്ഞിന്റെ അമ്മ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. ഇപ്പോൾ പ്രതിഷേധം എങ്ങനെ പോകും? സുജിയ, കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് പല്ലശന ഒഴുപാറ സ്വദേശിനിയായിട്ടുള്ള വിനോദിനി, 9 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് മൂലമാണ് ഈ വിദ്യാർത്ഥിനിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതെന്നുള്ളതായിരുന്നു ഈ കുട്ടിയുടെ ബന്ധുക്കളുടെ പ്രധാനമായും ആരോപണം. വീണ് പരിക്കേറ്റ് ചികിത്സ തേടി എത്തിയ കുട്ടിക്ക് കൃത്യമായി പരിശോധന നടത്താതെയാണ് ഡോക്ടർമാർ പ്ലാസ്റ്റർ ഇട്ട് നൽകുകയും പിന്നീട് അതുമൂലം ഈ കുട്ടിയുടെ കൈയിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെട്ട് പിന്നാലെ കൈ മുറിച്ചു മാറ്റേണ്ട സ്ഥിതി ഉണ്ടായെന്നുള്ളതായിരുന്നു ബന്ധുക്കൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. ഏതായാലും അതിനുശേഷം പിന്നീട് ഈ ഡോക്ടർമാർക്കെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ബിജെപിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത്. ബിജെപിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ ആശുപത്രിക്ക് മുന്നിലേക്ക് എത്തി ഇപ്പോൾ ഡോക്ടർമാർക്കെതിരെയും ആരോഗ്യവകുപ്പിനെതിരെയുമായിട്ടുള്ള കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തുകയാണ്. കടുത്ത വിമർശനമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിനെതിരെ പല സംഘടനകളും ഉയർത്തുകയും ചെയ്തത്. അല്പസമയം വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിലും പ്രതിഷേധമുണ്ടായിരുന്നു. ഈ കുട്ടിയെ ചികിത്സിക്കുന്നതിൽ പിഴവ് സംഭവിച്ചുള്ള മുഴുവൻ ഡോക്ടർമാർക്കെതിരെയും കടുത്ത നടപടി സ്വീകരിക്കണം, ഇവരെ മുഴുവൻ പേരെയും പിരിച്ചുവിടണം എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം. ഏതായാലും ആരോഗ്യവകുപ്പ് മന്ത്രി നൽകിയ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തി ഈ കുട്ടിയെയും അതുപോലെ തന്നെ അവിടെ ഈ കുട്ടിക്ക് ചികിത്സ നൽകുന്ന ഡോക്ടർമാരെയും സന്ദർശിച്ചതിനു ശേഷം പിന്നീട് ഈ സംഘം നേരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തും. കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴിയെടുക്കും, ബന്ധുക്കളുടെ മൊഴിയെടുക്കും. അതിനുശേഷം പിന്നീട് കടുത്ത നടപടി തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. ഏതായാലും ഈ ഡോക്ടർമാരെ പുറത്താക്കുന്നവരെ സമരവുമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ബിജെപി ഉൾപ്പെടെയുള്ള സംഘടനകളും പറയുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിക്കാണ് ഇത്തരത്തിൽ ഡോക്ടർമാരുടെ ഒരു ചികിത്സാ പിഴവ് മൂലം ഈ കൈ മുറിച്ചു മാറ്റിയുടെ സ്ഥിതി ഉണ്ടായെന്നുള്ളതാണ് ബന്ധുക്കൾ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുപോലെ നൂറുകണക്കിന് ബിജെപി പ്രവർത്തകരാണ് അല്പസമയം മുമ്പ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. ഇവർ എല്ലാവരും ആവശ്യപ്പെടുന്നത് ഈ ഡോക്ടർമാർക്കെതിരെ കടുത്ത നടപടിയാണ്. ഈ ഡോക്ടർമാരെ പിരിച്ചുവിടുന്നവരെ നിലവിൽ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ ഡോക്ടേഴ്സിനെതിരായ ഒരു നടപടിക്കുള്ള ആലോചനയുണ്ടോ, അതോ അവർക്ക് എതിരെ നടപടി എടുക്കേണ്ടതില്ല, അവർ പറഞ്ഞതുപോലെ തങ്ങളുടെ പിഴവല്ല എന്നതിൽ നിൽക്കുകയാണോ? എന്താണ് ആരോഗ്യവകുപ്പിന്റെ നീക്കങ്ങൾ? സുജിയ, അതായത് നിലവിൽ ഇന്നലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DMO ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിന് ശേഷം ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള പിഴവുകളും സംഭവിച്ചിട്ടില്ല. ഈ കുട്ടി 24-ന് വീണ് പരിക്കേൽക്കുന്നു. അന്ന് രാത്രി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തി ചികിത്സ തേടുന്നു. 25-ന് വീണ്ടും ജില്ലാ ആശുപത്രിയിലെ OP-ലെത്തി ചികിത്സ തേടി മടങ്ങിയതാണ്. പക്ഷേ ഇതിനുശേഷം പിന്നീട് കുട്ടി വേദന വന്നപ്പോഴൊന്നും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. അഥവാ എത്തിയിരുന്നുവെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വേദന ഇക്ബാൽ, DMOയുടെ വാദം തള്ളിക്കൊണ്ട് കുടുംബം പറഞ്ഞത് മുറിവിൽ മരുന്ന് വെക്കാതെ ബാൻഡേജ് കെട്ടിയെന്നാണ്. അങ്ങനെ കേട്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊരു വീഴ്ച ഉണ്ടായോ എന്നതിലൊരു അന്വേഷണം പോലും നടക്കുന്നില്ല എന്നാണോ? തീർച്ചയായും സുജി, അതായത് ഈ കുട്ടിയുടെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു. ഒടിവിനുള്ള ചികിത്സ മാത്രമാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് നൽകിയത്. മുറിവ് കൃത്യമായി തന്നെ പരിശോധിക്കുകയോ ആ മുറിവിൽ മരുന്ന് വെച്ചതിന് ശേഷമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുകയോ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ ഇപ്പോൾ നടന്നിട്ടുള്ള പ്രാഥമിക അന്വേഷണത്തിലും ഈ മുറിവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും പരാമർശിക്കുന്നില്ല. കുട്ടിയുടെ കൈയിൻ്റെ ഒടിവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ള പ്രാഥമിക അന്വേഷണത്തിൽ പരിശോധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കടുത്ത വിമർശനം ഇപ്പോൾ ആരോഗ്യവകുപ്പിനെതിരെയും ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെയും ഉയരുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ചികിത്സാ പിഴവ് ഉണ്ടായത്. ആ ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ആരോഗ്യവകുപ്പിന്റെ നടപടി എന്താണ് എന്നതാണ് അറിയേണ്ടത്. 9 വയസ്സുകാരിയുടെ ദുരവസ്ഥ, DMOയുടെ വാദം കുടുംബം തള്ളുന്നത് നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇപ്പോൾ പ്രതിഷേധം നടത്തുകയാണ് BJP.